ലഹരി കിട്ടാത്തതിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം. ബ്ലേഡ് ഉപയോഗിച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു കാപ്പ തടവുകാരൻ. തല സെല്ലിന്റെ കമ്പിയിൽ ഇടിച്ച് സ്വയം പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ജിബിനെ ചികിത്സയ്ക്കു ശേഷം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിഖിലാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, ഈ അവിടെയുള്ള തടവുകാർക്കൊക്കെയും ഈ പറയുന്ന പോലെ ലഹരിയും മൊബൈൽ ഫോണും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുന്ന രീതിയിലൊക്കെ ആയിരുന്നു അവിടെ നിരന്തരമായി ഈ ലഹരി പിടികൂടുന്നതും മൊബൈലുകൾ പിടികൂടുന്ന നിത്യ സംഭവമാണ്. ഇതിപ്പോൾ എന്താണ് സംഭവം? ഈ തടവുകാരനെ ഇപ്പോൾ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് പോലീസ് പറയുന്നത്? ഉപയോഗിച്ചിരുന്നയാളാണോ? ഇയാൾക്ക് നിരന്തരം ഈ ജയിലിൽ ലഹരി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ ലഹരി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇയാൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഭ്രാന്തി കാണിക്കുകയും അപകടകരമായ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തുകയും ചെയ്തത്. സെല്ലിനകത്ത് ഇയാൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കൈ മുറിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. കൈഞ്ഞരമ്പ് മുറിക്കുകയാണ് ആദ്യം ചെയ്തത്. ജയിൽ വാർഡന്മാരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടതോടുകൂടി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വളരെ പെട്ടെന്ന് എത്തിച്ച് ചികിത്സ നൽകിയത്. അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം ഇയാൾ മാനസിക പ്രശ്നങ്ങൾ നിരന്തരം പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അധികൃതർ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ കൈഞ്ഞരമ്പ് മുറിച്ചത് മാത്രമല്ല, ഈ സെല്ലിൻ്റെ കമ്പിക്ക് തലയിടിച്ച് സ്വയം പരിക്കേൽപ്പിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു. ഇയാൾ ഗുണ്ട ആക്ട് പ്രകാരമാണ് തടവിലാക്കപ്പെട്ടത്. ഇയാൾക്കെതിരെ കാപ്പ കേസ് കൂടി ചുമത്തിയിരുന്നു. ശരി നിഖിൽ. ഓക്കെ, അപ്പോൾ നിഖിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.